കാസർഗോഡ് സംഗീത പരിപാടിക്കിടെ വൻ തിക്കും തിരക്കും. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് 10 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. അതാ പാട്ട് കേൾക്കാൻ പോയി ആശുപത്രിയിൽ പോയി. പരിപാടി നടക്കുന്ന വേദിക്ക് പുറത്തും 100 കണക്കിന് ആളുകൾ തിങ്ങി നിൽക്കുകയാണ്. തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതായതോടെ പോലീസ് ലാത്തിവീശി. നഗരത്തിൽ വൻ ഗതാഗത കുരുക്കാണ്. അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ പൂപ്പറമ്പ, ഇത് ആരുടെ സംഗീത പരിപാടിക്കാണ് ഇത്രയും വലിയ തിരക്ക്? പോലീസിന് ലാത്തിചാർജ് പ്രയോഗിക്കേണ്ടി വന്നോ? ചില ആളുകൾക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ടെന്ന് അറിയുന്നു. എന്താ സംഭവിച്ചത് അരുൺ? അരുൺകുമാർ, കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള മൈതാനത്താണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഹനാൻ ഷായുടെ സംഗീത പരിപാടി നിശ്ചയിച്ചിരുന്നത്. പരിപാടിയുടെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഈ മൈതാനം നിറഞ്ഞിരുന്നു. ടിക്കറ്റ് ഉൾപ്പെടെയുള്ള പരിപാടിയാണ്. പക്ഷേ പോലീസും അതോടൊപ്പം സംഘാടകരും കരുതിയിരുന്നേക്കാൾ നിയന്ത്രിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്കുള്ള ആൾക്കാർ ഈ പരിപാടിയിലേക്ക് വന്നു. ആദ്യം ഒരു എൻട്രി മാത്രമേ ഈ മൈതാനത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് തിക്കും തിരക്കിനും കാരണമായി. പിന്നീട് പോലീസിന് ഇത് നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഉൾപ്പെടെ പോയി. 10 പേർക്ക് ഈ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് 10 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷെ അവരുടെ ആരോഗ്യനില ഗുരുതരമല്ല എന്നതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. പിന്നീട് കൂടുതൽ പോലീസുകാർ ഇവിടെ എത്തി പോലീസിന് ലാത്തി വീശേണ്ടി വന്നു. അങ്ങനെ നിലവിൽ ഇപ്പോൾ ഈ തിരക്ക് അല്പം നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഏറെ വൈകിപ്പോൾ ഈ സംഗീത പരിപാടി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 10 പേരെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ശരി, താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. വലിയ ഗതാഗത കുരുക്കാണ്. അരുൺ പൂപ്പറമ്പ പറയുന്നതനുസരിച്ച് പാട്ട് കേൾക്കാൻ വന്ന് 10 പേരിപ്പോ ആശുപത്രിയിലായി തിക്കിലും തിരക്കിലും.